സുഹൃത്തുക്കളെ, മരച്ചീനിക്കമ്പിൽ വേരിറക്കി പല വിധത്തിൽ വേരിറക്കി എന്ന വിദ്യ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. ഇതാ അതുപോലെ വേരിറക്കിയിട്ട് ഞാൻ നട്ട കപ്പയാണിത്. അതായത് മരച്ചീനിയാണ്. ഇതാണ്ട് ഇതെല്ലാം ഞാൻ വേരിറക്കിയിട്ട് പിന്നെ 2 കട്ടുകൂടെ കൊടുത്തിട്ട് നട്ട ചീനിക്കമ്പാണിത്, മരച്ചീനിക്കമ്പാണ്. എന്നിട്ട് ഇത് ദാണ്ട് ഇതുപോലെ ഇത് കിളിച്ച് വന്ന് ഇത്രയും കിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു കട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഒരു കട്ട് കണ്ട ഈ കമ്പിൻ്റെ ടോപ്പ് ഭാഗത്ത് വന്ന് കട്ട് ചെയ്ത് കൊടുത്താണ്. ഇതിൻ്റെ വേര് കണ്ടോ, ഇത്രയും വേരിറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കണ്ടോ, ഒരു 60-70% തൊലി ഇളക്കി കൊടുത്തതാണ്. കണ്ടോ, ഒരു 2 മില്ലി വീതിയിൽ തോലിളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് തോല് തമ്മിൽ ചേർന്ന് പോകും, വേരിറങ്ങുകയില്ല. അതുകൊണ്ട് ഒരു 2 മില്ലിയെങ്കിലും വീതിക്ക് പട്ട മാറ്റി കൊടുക്കണം. വേണ്ട, ഇത്രയും വേരിറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പിന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇതല്ലാതെ കട്ട് ഇതിൻ്റെ ഈ കമ്പിന് തന്നെ ആദ്യത്തെ മുറിക്കുമ്പോഴുള്ള കട്ട് അവിടെ വേരിറങ്ങും. പിന്നെ 2 കട്ട് കൂടെ അഡീഷണൽ കൊടുത്താണ് നട്ടത്. ഇപ്പോൾ കണ്ടോ, ഇത്രയും കിളിച്ച് വന്നപ്പോൾ ഞാൻ ഒരു കട്ട് കൂടെ ടോപ്പ് കൊടുത്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. ഉണ്ട്, അതിൻ്റെ വേരാണ് ഈ ടോപ്പിൽ ഇറങ്ങി നിൽക്കുന്നത്. എത്രയോ വേരുകളുണ്ട്. അപ്പോൾ ഇത് ചീനിക്കിഴങ്ങ് ആകുമായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.